നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 10-ാം അധ്യായമാണ് നമ്മൾ തുടങ്ങുന്നത്. 9 കഴിഞ്ഞ ദിവസം തീർന്നു. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 10. 9-ാം അധ്യായത്തിനോടൊരു ഖട്വാങ്കന്റെ കഥ നമ്മൾ സവിസ്തരം ഒരു വാക്ക് മാത്രമേ നമുക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. ആരാണ് ഖട്വാങ്കൻ, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഗതി ഉണ്ടായത് എന്ന് വിസ്തരിച്ച് നമ്മൾ 5-10 ശ്ലോകത്തിൽ കൂടി അത് ബോധ്യപ്പെട്ടു. ഇനിയും ആ വംശപരമ്പരയുടെ ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന രാമായണ കഥയാണ് ഇനി പറയുക. 2 അധ്യായത്തിൽ കൂടി രാമായണം കഥയാണ്. അത് ഞാൻ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം എത്രയോ വർഷങ്ങളായി നിങ്ങൾക്ക് രാമായണ കഥ നന്നായിട്ട് അറിയാം. ഭാഗവതകാരനെ സംബന്ധിച്ച് രാമായണം വലിയ പ്രാധാന്യത്തോടെ, ഈ ഖട്വാങ്കന്റെ പ്രാധാന്യത്തോടെ പോലെ പോലും ആ കഥ വിസ്തരിക്കുന്നില്ല. കാരണം വാൽമീകി മഹർഷിയും വ്യാസൻ തന്നെ എഴുതിയ അധ്യാത്മ രാമായണത്തിനും രാമായണത്തിന്റെ കഥയും അതിൻ്റെ താത്വികാംശങ്ങളൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും ഒഴുക്കൻ മട്ടിൽ കഥ പറഞ്ഞു പോയിട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് വേഗം അത് വായിച്ച് തീർത്ത് അർത്ഥത്തിലേക്ക് നമുക്ക് ചുമ്മാ അർത്ഥം പറഞ്ഞു വിടാനേ ഉള്ളൂ. 1-2 ചെറിയ ശ്ലോകം മാത്രമേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു പോകേണ്ടത്, ബാക്കി നമുക്ക് വേഗം കടന്നു പോകാം. ശ്രീശുക ഉവാചാം ഖട്വംഗദീർഘബാഹുശ്ചാർഹുസ്തസ്മത്സ്രവാ അജസ്തോ മഹാരാജസ്തസ്മാത് ദശരഥോ ഭവത്. ഖട്വാങ്കനിൽ നിന്നും ദീർഘബാഹു എന്ന രാജാവുണ്ടായി. അവനിൽ നിന്നും രഘു ഉണ്ടായി. രഘുവിൽ നിന്നും പൃഥ്വിശ്രവസ് ഉണ്ടായി. പൃഥ്വിശ്രവസിൽ നിന്നും അജനുണ്ടായി. അജൻ എന്നുള്ള രാജാവിൽ നിന്നും ദശരഥൻ ഉണ്ടായി. ഇങ്ങനെ ദശരഥന്റെ ഉൽപ്പത്തി കഥ വരെ പൂരിപ്പിച്ച് നിർത്തി. ഖട്വാങ്കൻ, ദീർഘബാഹു, രഘു, പൃഥ്വിശ്രവസ്, അജൻ, ദശരഥൻ. ഖട്വാംഗദീർഘബാഹുശ്ചാരഘുസ്തസ്മാത് പൃഥുശ്രവാം അജസ്തതോ മഹാരാജസ്തസ്മാത് ദശരഥോ ഭവത്. തസ്യാപി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മമയോ ഹരി അംശാംശേന ചതുർത്ഥാഗാത് പുത്രത്വം പ്രാർത്ഥിതഃപുരൈ. തസ്യാപി അവനിലും ഏഷ ഭഗവാൻ ഈ ഭഗവാൻ സാക്ഷാത് ബ്രഹ്മമയോ ഹരി സാക്ഷാത് ബ്രഹ്മമയനായ ഹരി, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മസ്വരൂപനായ സാക്ഷാത്തായ ഹരി അംശേന തൻ്റെ അംശത്തിൻ്റെ അംശം കൊണ്ട് ചതുർത്ഥ അഗാത് 4 പരിണമിച്ചു. പുത്രത്വം പ്രാർത്ഥിതഃപുരൈ ദേവന്മാരാൽ പുത്രത്വത്തെ പ്രാർത്ഥിച്ചവനായ അങ്ങ് 4 രൂപത്തിൽ പുത്രഭാവത്തെ പ്രാപിച്ചു. ചതുർത്ഥ പുത്രത്വം അഗാത്, അംശത്തിൻ്റെ അംശം കൊണ്ടാണ്. രാമാവതാരത്തിന് ഒരു വലിയ മഹാത്മ്യതാണ്. ഒരംശമല്ല, അംശത്തിൻ്റെ അംശം കൊണ്ട് ഒന്നായ താൻ 4 പരിണമിച്ചിട്ടാണ് ഈ ഭൂമിയിൽ ഭൂജാതനായി രാമായണ കഥയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. തസ്യാപി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മമയോ ഹരി അംശാംശേന ചതുർത്ഥാഗാത് പുത്രത്വം പ്രാർത്ഥിതഃപുരൈ. തസ്യാപി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മമയോ ഹരി അംശാംശേന ചതുർത്ഥാഗാത് പുത്രത്വം പ്രാർത്ഥിതഃപുരൈ. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നായി സംജ്ഞയാം
തസ്യ അനുചരിതം രാജൻ ഋഷിഭിർ തത്വദർശിഭിः ശ്രുതം ഹ്യവർണിതം ഭൂരിത്വയാ സീതാപതിർമുഹു. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്ന പേരോടെ ആണ് 4 പുത്രന്മാരായിട്ട് ജനിച്ചത്. തസ്യ അനുചരിതം, ആ ഒരാൾ 4ആയി തീർന്നു വന്ന 4 കൂട്ടരുടെയും അനുചരിതങ്ങൾ, ഹേ രാജാവേ, ഋഷിഭിഹി തത്വദർശിഭി, തത്വദർശികളായ ഋഷിമാരാൽ, ശ്രുതം ഹി, അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ, വർണ്ണിതം ഭൂരി, ധാരാളം വർണ്ണിച്ചിട്ടുണ്ട്, തത്വജ, നിന്നാൽ, സീതാപതേഹി മുഹു, സീതാപതിയായ ആ ഭഗവാന്റെ ചരിതങ്ങൾ അങ്ങയാൽ പല പ്രാവശ്യം പല പ്രകാരത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉറപ്പായതുകൊണ്ട് ഞാനത് വിസ്തരിക്കുന്നില്ല എന്ന ആമുഖത്തോടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് വ്യാസനും പറയാം. ഈ കഥ നിന്നോട് ഞാൻ പലപ്പോഴും, ഞാനല്ല പറഞ്ഞിട്ടുള്ള ഋഷിമാർ കഥയും അതിൻ്റെ തത്വവും ധാരാളം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കേട്ട് പരിചയമുള്ളവരുമാണ്. അതുകൊണ്ട് ഹേ പരീക്ഷത്തെ, അങ്ങോട്ട് ഇതൊക്കെ നല്ല പരിചയമുള്ള കഥയാണ്. പരീക്ഷത്തെ രാമായണം ധാരാളം വായിച്ചു പഠിച്ചിട്ടുള്ള ആളാണ്. ഇനിയും ഞാൻ വിസ്തരിച്ചതിനെ കുറിച്ച് പറയാൻ പുറപ്പെടുന്നില്ല എന്നൊരു സൂചന ഇവിടെ കിട്ടി. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നായി ഭജ്ഞയാം തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭിः ശ്രുതം ഹ്യവർണിതം ഭൂരിത്വയാ സീതാപതിർമുഹു. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നായി ഭജ്ഞയാം തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭിः ശ്രുതം ഹ്യവർണിതം ഭൂരിത്വയാ സീതാപതിർമുഹു. ഗുരുവർദ്ധേ രക്തരാജ്യോ വ്യജരദനുവനം പത്മഭ്യാം പ്രിയായാ പാണിസ്പർശക്ഷമഭ്യം മർദ്ദിതവധരുജോ യോ ഹരീന്ദ്രാനുജഭ്യം വൈരൂപ്യാച്ഛുർഭണക്ഷ്യാഃ പ്രിയവിരഹരുഹ ആരോപിതഭ്രൂവിജൃംഭസ്താബ്ധിസ്ബദ്ധസേതു ഖലദവദഹന വഫരീന്ദ്രോവതന്മ. ഇതൊരു രാമന്റെ സ്തുതി മാത്രമല്ല. ഇനി അങ്ങോട്ട് 2 അധ്യായത്തിൽ രാമന്റെ കഥ സംഗ്രഹിച്ച് പറയാൻ വേണ്ടി ആദ്യം ശ്രീരാമസ്വാമിയെ ഒന്ന് സ്തുതിക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു ശ്ലോകത്തിലൂടെ ഗുരുവർദ്ധേ, ഗുരുവിന് വേണ്ടി, ഗുരുവിടെ പിതാവിന് വേണ്ടി ഗുരുവർദ്ധേ, രക്തരാജ്യ, രാജ്യം ത്യജിച്ചവനായിട്ട്, വ്യചരത് അനുവനം, വ്യചരത് സഞ്ചരിച്ച്, അനുവനം വനം തോറും, അനുവനം വ്യചരത് വനം തോറും സഞ്ചരിച്ചു, പത്മപദ്ഭ്യാം താമര പോലെയുള്ള കാലുകൊണ്ട്, പത്മം താമര, പദ്ഭ്യാം 2 കാലുകൊണ്ട്, പ്രിയായാഹ, പ്രിയയുടെ, പാണിസ്പർശാക്ഷമഭ്യാം, പാണിസ്പർശത്തെ, പാണി കൊണ്ടുള്ള സ്പർശത്തെ സഹിക്കാൻ കഴിയാതിരുന്ന താമരപ്പൂവിന് തുല്യമായ പാദങ്ങൾ കൊണ്ട് വനം തോറും സഞ്ചരിച്ചു. പാണിസ്പർശ അക്ഷമാഭ്യാം പദ്ഭ്യാം, പത്മവഭ്യാം, പ്രിയായാഹ പാണിസ്പർശ അക്ഷമാഭ്യാം, സീതാദേവിയുടെ കൈകൊണ്ടുള്ള സ്പർശനം അനുഭവിക്കാതെ വിഷമിച്ച താമര പോലെയുള്ള 2 കാലുകൊണ്ട് കാട്ടിൽ കൂടി അങ്ങനെ നടന്നു. മൃജിത പഥരുജോ, മർജിതം മാർജനം ചെയ്യപ്പെട്ട, തുടച്ചു മാറ്റിയ, മാർഗഖേദത്തോടു കൂടിയവൻ, യാത്രാക്ഷീണത്തോടു കൂടിയവൻ. മൃജിത പഥരുച, രുച ദുഃഖമാണ്, പഥം വഴിയാണ്, പഥരുജം വഴിയിൽ കൂടി നടക്കുമ്പോൾ അനുഭവിക്കുന്ന ദുഃഖം, യാത്രാഖേദം എന്ന് പറയാം. അത് മർജിതമാക്കി, തുളച്ചു മാറ്റിക്കൊണ്ട്. യോ, ആരാണോ, ഹരീന്ദ്രാനുജഭ്യാം, ഹരീന്ദ്രൻ കുരങ്ങൻ, ഹനുമാൻ, ഹരീന്ദ്രൻ കുരങ്ങ് എന്നർത്ഥമുണ്ട്.
ഹരീന്ദ്രനോടും അനുജനോടും കൂടി, ഹനുമാനോടും അനുജനോടും കൂടി അങ്ങനെ വനത്തിലൂടെ സഞ്ചരിച്ചു. വൈരൂപ്യാത് ശൂർപ്പണഖ്യാഹം, ശൂർപ്പണഖയെ വിരൂപം ചെയ്തതുകൊണ്ട് പ്രിയവിരഹരുഷ ആരോപിത, തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ വിരഹം കൊണ്ട് കോപിഷ്ഠനായിട്ട് ആരോപിത ഭ്രൂവിജൃംഭ, ഭ്രൂകുടികൾ ഒന്നുയർത്തി കാണിച്ചു കോപം കൊണ്ട്. എന്നിട്ടോ അവിടെ ത്രസ്ത അബ്ധി, അതുകൊണ്ട് തന്നെ സമുദ്രം വിറച്ചുപോയി. ബദ്ധ ചെയ്തു, ചിറകെട്ടി. ഖല ദവ ദഹന, ഖലന്മാരെ കാട്ടുതീ പോലെ ദഹിപ്പിച്ച കോസലേന്ദ്ര അവതാത് ന, കോസലേന്ദ്രൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ഒരു ശ്ലോകത്തിൽ, രാമായണം ചുരുക്കി ഒറ്റ ശ്ലോകത്തിൽ, വിദഗ്ധമായിട്ട് വ്യാസം ഒറ്റ ശ്ലോകത്തിൽ വെച്ചിരിക്കുമെന്ന് കരുതുക. രാമായണ കഥ എന്താന്ന് ചോദിച്ചാൽ ഈ ശ്ലോകം ചൊല്ലിയാൽ പ്രധാനപ്പെട്ട ചില ഫാക്ടറുകൾ മാത്രം കാണിച്ചുകൊണ്ട് എഴുതിയ ശ്ലോകമാണ്. ഗോവർദ്ധേ തെക്തരാജ്യോ വ്യജരതനുവനം പത്മബദ്ധ്യം പ്രിയായാഹം പാണിസ്പർശക്ഷമാഭ്യാം മർജിതപദ്ധരിജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാച്ഛുർഭണഖ്യാഹ പ്രിയവിരഹരുഷാ ആരോപിത ഭ്രൂവിജൃംഭൻ പ്രസ്താബ്ധബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതന്ന. കുറുവർദ്ധേ തെക്തരാജ്യോ വ്യജരതനുവനം പത്മവദ്ഭ്യം പ്രിയായാഹം പാണിസ്പർശക്ഷമാഭ്യാം മർജിതപദ്ധരിജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാച്ഛുർഭണഖ്യാഹ പ്രിയവിരഹരുരാരോപിത ഭ്രൂവിജൃംഭ പ്രസ്താബ്ധിർബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതന്ന. കുറുവർദ്ധേ തെക്തരാജ്യോ വ്യജരതനുവനം പത്മവദ്ഭ്യം പ്രിയായാഹം പാണിസ്പർശക്ഷമാഭ്യാം മർജിതപദ്ധരിജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാച്ഛുർഭണഖ്യാ പ്രിയവിരഹരുഹാരോപിത ഭ്രൂവിജൃംഭ പ്രസ്താബ്ധിർബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതന്ന. ഇനി അങ്ങോട്ട് രണ്ടധ്യായത്തിൽ കൂടി രാമായണ കഥ ചുരുക്കി വേഗം എന്ന് പറഞ്ഞു പോവാണ്. വിശ്വാമിത്രധ്വരേന മാരീചാദ്യാൻ ശാതരാഹം പശ്യതോ ലക്ഷ്മണസ്യൈവ നൈരുതപുംഗവാഹം. വിശ്വാമിത്ര വിശ്വാമിത്ര യാഗത്തിൽ വെച്ച് യേന യാതൊരുവനാൽ മാരീചാദ്യാഹ നിശാചരാഹ, മാരീചാദ്യന്മാരായ രാക്ഷസന്മാരെ പശ്യതോ ലക്ഷ്മണസ്യൈവ, ലക്ഷ്മണനെ നോക്കി നിൽക്കത്തന്നെ, പശ്യത നോക്കി നിൽക്കെ ലക്ഷ്മണസ്യ, ലക്ഷ്മണൻ നോക്കി നിൽക്കത്തന്നെ ഹതാഹ കൊല്ലപ്പെട്ടു. നൈരുതപുംഗവാഹ, രാക്ഷസപുംഗവന്മാർ, നൈരുതന്മാർ രാക്ഷസന്മാർ, നൈരുതപുംഗവാഹ രാക്ഷസപുംഗവന്മാരായ മാരീച സുബാഹുക്കളെയും മാരീചനെയും ലക്ഷ്മണൻ നോക്കി നിൽക്കത്തന്നെ ആ നിശാചരന്മാരെ വിശ്വാമിത്രന്റെ യാഗരക്ഷയായിട്ട് തന്നെ രാമൻ നിഹനിച്ചുവല്ലോ. വിശ്വാമിത്രധ്വരേ ഏന മാരീചാദ്യാൻ ശാതരാം പശ്യതോ ലക്ഷ്മണസ്യൈവ നൈരുതപുംഗവാഹം. വിശ്വാമിത്രധ്വരേയേന മാരീചാദ്യാൻ ശാതരാഹം പശ്യതോ ലക്ഷ്മണസ്യൈവ നൈരുതപുംഗവാഹം. യോ ലോകവീരസമിതൗ ധനുരൈഷമുഗ്രം സീതാസ്വയംവരഗൃഹേ പൃച്ഛതോപനീതം ആദായ ബാലകജലീലൈവേക്ഷു ഇക്ഷുയഷ്ടിം സജ്ജീകൃതം നൃപ ജികൃഷ്യരഥിഞ്ചമധ്യേ. യാതൊരു ശ്രീരാമചന്ദ്ര സ്വാമിയാണോ
ലോക വീര സമിതവും, ലോകത്തുള്ള വീരന്മാരെ, സമിതവും സമാജിയിൽ, സമാജം എന്നർത്ഥം, കൂട്ടം, സമിതവും. ധനുഹു ഐശം ഉഗ്രം, ഐശം ഉഗ്രം ധനു, ശിവനെ സംബന്ധിക്കുന്ന ഉഗ്രമായ വില്ല്. സീതാസ്വയംവര ഗൃഹേ, സീതാസ്വയംവര ഗൃഹത്തിൽ തൃശതോപനീതം, 300 പേര് പിടിച്ചു പൊക്കിക്കൊണ്ടുവന്ന വില്ലാണത്. തൃശത ഉപനീതം, തൃശതോപനീതം, 300 പേരാണ് ആ വില്ലെടുത്ത് അവിടെ കൊണ്ടുവച്ചത്. ആ വില്ല് ആദായ എടുത്തിട്ട് ബാലഗജലീല, കുട്ടിയാന കളിക്കുന്നത്, ബാലഗജ ലീല ഇവ എന്ന പോലെ, ഇക്ഷുയഷ്ടിം, ഒരു കരിമ്പിന്റെ തണ്ട് മുറിക്കുന്നത് പോലെ, ഇക്ഷു കരിമ്പ്, യഷ്ടി അതിനെ കമ്പ്, അതിന്റെ തണ്ട്, ഇക്ഷുയഷ്ടിം ഇവ എന്നതുപോലെ സജ്ജീകൃതം നൃപ വികൃഷ്യ ബഭഞ്ചമധ്യേ, സജ്ജീകരിച്ചു വെച്ചിരുന്ന ആ വില്ല് വികൃഷ്യ കയ്യിലെടുത്ത് കുലച്ചിട്ട് ബഭഞ്ച 2 കഷ്ണമാക്കി ഒടിച്ചു കളഞ്ഞു, മധ്യഭാഗത്ത് വെച്ചു. സീതാസ്വയംവരം ഒറ്റ ശ്ലോകത്തിൽ വെച്ചു. അത്ര ചുരുക്കി നമ്മളിലേക്ക് മേൽപ്പത്തൂരാണ് ഭാഗവതം ചുരുക്കി പറയുന്നത്. വ്യാസൻ രാമായണം ചുരുക്കി പറയാം. ലോകത്തുള്ള വീരന്മാരെല്ലാം കൂടിയിരിക്കുന്ന ഒരു യജ്ഞശാലയിൽ വെച്ചാണ് ഉഗ്രമായ മാഹേശ്വര ത്രയംബകം എന്ന വില്ല്. ആ വില്ലിന്റെ വലിപ്പം കാണിക്കാനാണ് സീതാസ്വയംവര വേദിയിൽ. അത് ഒരാൾ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല, 300 പേര് പിടിച്ച് തോളിലേറ്റി ബലമായിട്ട് കൊണ്ടുവന്നൊരു വില്ലാണത്. ആ വില്ല് കയ്യിലെടുത്തിട്ട് കരിമ്പിന്റെ തണ്ടൊടിക്കുന്നത് പോലെ, ആന കരിമ്പിന്റെ തണ്ടൊടിക്കുന്നത് പോലെ ഒരു കളിയായിട്ട്, കുട്ടിയാനയുടെ കളിയായിട്ട് ഒരുക്കി വെച്ചിരുന്ന ആ വില്ലിന്റെ നടുഭാഗത്ത് വളച്ചൊടിച്ചുവല്ലോ. യോ ലോകവീരസമിതോ ധനുരൈഷമുഗ്രം ഗീതാസ്വയംവരഗൃഹേ തൃശതോപനിതം ആദായ ബാലകജലീലൈവേക്ഷുയഷ്ടിം സജ്ജീകൃതം നൃപവികൃഷ്യദഭഞ്ജമധ്യേ. യോ ലോകവീരസമിതോ ധനുരൈഷമുഗ്രം ഗീതാസ്വയംവരഗൃഹേ തൃശതോപനീതം ആദായ ബാലകജലീലൈവേക്ഷുയഷ്ടിം സജ്ജീകൃതം നൃപവികൃഷ്യദഭഞ്ജമധ്യേ. ചിത്വാനുരൂപഗുണശീലവയോംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യഭിലക്ഷമാനാം മാർഗേ വ്രജൻ ഭൃഗുപതിർജനയത്രൂഢം രഥം മഹീമഗത യസ്രാജവീരം. ജിത്വാ ജയിച്ചിട്ട്, അനുരൂപഗുണശീലവയോംഗരൂപാം സീതാഭിധാം ശ്രിയം ഉരസി അഭിലബ്ധമാനാം, രൂപം, ഗുണം, ശീലം, വയസ്സ് ഇവകൾ കൊണ്ട് തൻ്റെ അംഗത്തിന് ചേർന്ന വിധത്തിലുള്ള സീതയെന്ന് പേരോടുകൂടിയ മാറിടത്തിൽ അലങ്കരിക്കപ്പെട്ട ആഗ്രഹിക്കപ്പെട്ട സൽക്കാരത്തോടു കൂടിയിരിക്കുന്ന ആ ഐശ്വര്യദേവതയെ ജയിച്ചിട്ട് അങ്ങ് സഞ്ചാരം ആരംഭിച്ചു. ജിത്വ അനുരൂപഗുണ, സീത തനിക്ക് അനുരൂപയാണ്, സൗന്ദര്യം കൊണ്ട് തുല്യാണ്, ഗുണം കൊണ്ട് തുല്യാണ്, ശീലം സ്വഭാവം കൊണ്ട് തുല്യാണ്, വയസ്സുകൊണ്ട് തുല്യാണ്. അങ്ങനെയുള്ള അംഗരൂപം, ആകൃതി, അതും ഒരുപോലെയാണ്. ഒരാൾ വണ്ണം കൂടിയതും ഒരാൾ വണ്ണം കുറഞ്ഞതും അങ്ങനെയില്ല. എല്ലാം കൊണ്ടും അനുരൂപയായ സീത എന്നു പേരുള്ള ഐശ്വര്യദേവതയെ ഉരസി അവിലബ്ധമാനാം, തന്റെ മാറിടത്തിൽ ഐശ്വര്യദേവതയെ താൻ പ്രതിഷ്ഠിച്ചതുപോലെ സീതയെ സ്വീകരിച്ചു കൊണ്ടുപോകവേ മാർഗേ വ്രജൻ,
വ്രജൻ സഞ്ചരിച്ചു പോകവെ മാകെ വഴിയിൽ വെച്ച് ഭൃഗുപതേഹി വ്യനയത്രൂഢം. ഭൃഗുപതിയായ പരശുരാമന്റെ വ്യനയത് മാറ്റിക്കളഞ്ഞു. പ്രരൂഢം ദർഭം, വളർന്നു വന്ന അഹങ്കാരത്തെ മാറ്റിക്കളഞ്ഞിട്ട് മഹീമഗത യഹ അരാജബീജാം. മഹീമഗതയ അരാജബീജാം, 3 വട്ടം രാജബീജത്തോട് കൂടാത്തതായിട്ട് ഭൂമിയെ ചെയ്തു. രാജാക്കന്മാരൊന്നും ഭൂമിയിൽ ഇല്ലാത്തതാക്കി ചെയ്തു. അങ്ങനെ തനിക്കെല്ലാം കൊണ്ടും അനുയോജ്യയായ സീതയെ സ്വയംവരത്തിൽ ചേർത്ത് തന്നോട് ചേർത്ത് വിവാഹിതയായി കൊണ്ടുപോകുന്ന വഴിക്ക് പരശുരാമന്റെ അഹങ്കാരത്തെ കളഞ്ഞ് ജനയത് അതിനെ മാറ്റിക്കളഞ്ഞു. പ്രരൂഢമായ ദർപ്പമായിരുന്നു. അതിനെ മാറ്റിക്കളഞ്ഞിട്ട് ആ പരശുരാമനിലൂടെ ഈ ഭൂമിയെ മുഴുവനും അരാജകമാക്കി, രാജാക്കന്മാരില്ലാത്തതാക്കിയിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് ഭൂമിയെ സാത്വിക ഗുണം കൊണ്ട് പരിശുദ്ധമാക്കി തീർത്തു. രാജാക്കന്മാർ രജോ ഗുണത്തിന്റെ ഉടമസ്ഥന്മാരാണ്, ബ്രാഹ്മണർ സത്വഗുണത്തിന് ഉടമസ്ഥരാണെന്നാണ് സങ്കല്പം. ആ മട്ടിലുള്ള ഒരു രാജ്യമാക്കി ഈ ഭാരതത്തെ മാറ്റിയെടുത്തു ആ ഭൃഗുകുലപതിയായ ഭാർഗവരാം. അതും അങ്ങ് തന്നെയാണ്. ജിത്വാനുരൂപഗുണശീലവയുംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യഭിലബ്ധമാനാം മാർഗേ വർജൻ ഭൃഗുപതേർവിനയത് പ്രരൂഢം ദർപ്പം മഹീമഗതയ സ്ഥിരരാജബീജം. ജിത്വാനുരൂപഗുണശീലവയുംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യഭിലബ്ധമാനാം മാർഗേ വർജൻ ഭൃഗുപതേർവിനയത് പ്രരൂഢം ദർപ്പം മഹീമഗത യസ്ത്രിഹി അരാജബീജം. സ്ത്രീഹി അരാജബീജം കൂടി ചേരുമ്പോൾ വിസർജനരേഖമായിട്ട് യസ്ത്രിരരാജബീജാം എന്ന് 2 രാ കേൾക്കുന്നു മാത്രമേ. ജിത്വാനുരൂപഗുണശീലവയുംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യഭിലബ്ധമാനാം മാർഗേ വർജൻ ഭൃഗുപതേർവിനയത് പ്രരൂഢം ദർപ്പം മഹീമഗത യസ്ത്രിരരാജബീജാം. യത്സത്യപാശപരിവീതപിതും നിദേശം പൈണസ്യ ചാപി ശിരസാം ജഗൃഹേ ഭാര്യ രാജ്യം ശ്രിയം പ്രണയിനഃ സുഹൃദോ നിവാസം ത്യക്ത്വാ യയൗ വനമഭൂനിവ മുക്തസംഗഃ. യാതൊരു രാമനാണോ സത്യപാശപരിവീത പിതുർനിദേശം, സത്യമാകുന്ന കയറുകൊണ്ട് പരിവീതമായ ചുറ്റപ്പെട്ട ബന്ധിക്കപ്പെട്ട പിതുഹു നിദേശം, പിതാവിന്റെ നിർദ്ദേശത്തെ ആജ്ഞയെ, പിതാവിന്റെ ആജ്ഞ പാലിക്കാൻ കാരണം സത്യം കൊണ്ട് ബന്ധിതനായതുകൊണ്ടാണ്. രഘുവംശരാജാക്കന്മാരുടെ ഒക്കെ ജന്മകൃതമായ ഒരു മഹാത്മ്യമാണ് സത്യത്തിൽ നിന്നും അണുവിടെ പോലും വ്യതിചലിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സത്യപാശ പരിവീത, സത്യമാകുന്ന കയറുകൊണ്ട് ചുറ്റിയ പിതുഹു നിദേശം, പിതാവിന്റെ നിർദ്ദേശത്തെ പ്രൈണസ്യജാഭിശിരസാജഗൃഹേ സഭാര്യ. പ്രൈണസ്യാപി, സ്ത്രീക്ക് അധീനനാണ് എങ്കിലും പ്രൈണൻ, സ്ത്രീക്ക് അധീനനായിരിക്കുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് പ്രൈണൻ എന്ന്. അങ്ങനെ പ്രൈണനാണെങ്കിലും പിതാവിന്റെ സത്യപാശം കൊണ്ട് ബന്ധിതനായി തീർന്ന ആ രാമൻ പിതാവിന്റെ നിർദ്ദേശത്തെ ശിരസാ ജഗൃഹേ, തലകുനിച്ചു സ്വീകരിച്ചു. സഭാര്യ, ഒറ്റയ്ക്കല്ല, ഇതേ എന്ന പത്നിയോടൊപ്പം.
രാജ്യം ശ്രിയം, രാജ്യത്തെയും ഐശ്വര്യത്തെയും, പ്രണയിനഹ താൻ പ്രണയിക്കുന്ന തൻ്റെ ബന്ധുക്കളെയും, സുഹൃദോ സുഹൃത്തുക്കളെയും, നിവാസം തെക്വ ഒന്നിച്ചുള്ള താമസത്തെ ഉപേക്ഷിച്ചിട്ട്, ജയവു വനം വനത്തിലേക്ക് യാത്രയായി, അഫൂനിവ മുക്തസംഗ ഒരു മുക്തസംഗൻ തൻ്റെ പ്രാണനെ ഉപേക്ഷിച്ചു പോകുന്നത് പോലെ. ഒരു ഉപമ കൊണ്ട് ആ രാമന്റെ വ്യഥ വ്യക്തമാക്കി. മുക്തസംഗനായ ഒരാൾ, ഭൗതിക ലോക ജീവിതത്തിൽ നിന്നും വിരക്തി വന്ന ഒരാൾ പ്രാണോപാസന കൊണ്ട് തന്നെ, പ്രാണായാമം കൊണ്ട് തന്നെ പ്രാണനെ ഉപേക്ഷിച്ച് എപ്രകാരമാണോ ബ്രഹ്മഭാവിദ്യത്തിലേക്ക് ലയിച്ചു പോരുന്നത്, അതുപോലെ ഈ രാമൻ വിരക്തനായി. എങ്ങനെ വിരക്തനായി? ഇവരൊക്കെ ഉപേക്ഷിച്ചു. ആരെയൊക്കെ ഉപേക്ഷിച്ചു? രാജ്യം, ശ്രിയം, പ്രണയിന, സുഹൃത, ഇവരുള്ള ഒന്നിച്ചുള്ള വാസത്തെ ഉപേക്ഷിച്ച് വിരക്തനായി. ഇതൊക്കെ തെക്വ ഉപേക്ഷിച്ചിട്ട് വനം ജയവും വനത്തെ പ്രാപിച്ചു, അഫൂനിവ പ്രാണൻ എന്ന പോലെ. മുക്തസംഗ യഥാ അഫൂൻ ഇവ, മുക്തസംഗനായ ഒരാൾ എപ്രകാരം പ്രാണൻ ഉപേക്ഷിച്ചു പോകുമോ അതുപോലെ രാമൻ ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് യാത്രയായി. യത്സത്യവാശപരിവീതവിതുർനിദേശം പ്രൈണസ്യതാഭിശരഭാജഗൃഹേ സ്വഭാര്യ, രാജ്യം ശ്രിയം പ്രണയിന സുഹൃദോ നിവാസം തെക്വായേവ വനമഫൂനിവ മുക്തസംഗ. യത്സത്യവാശപരിവീതവിതുർനിദേശം പ്രൈണസ്യതാഭിശരഭാജഗൃഹേ സ്വഭാര്യ, രാജ്യം ശ്രിയം പ്രണയിന സുഹൃദോ നിവാസം തെക്വായേവ വനമഫൂനിവ മുക്തസംഗം. രക്ഷസുർവ്യകൃതരൂപമശുദ്ധബുദ്ധേ തസ്യാഘരതൃഷിതദൂഷണമുഖ്യബന്ധൂൻ, ജഘ്നേ ചതുർദശസഹസ്രമപാരണീയ കോദണ്ഡപാണിരടമാന ഉവാഫകൃത്സം. രക്ഷസ രാക്ഷസൻ പൃഫുഹു സ്വന്തം സഹോദരിയുടെ വ്യകൃതരൂപം വികൃതമാക്കി ചെയ്യപ്പെട്ട രൂപത്തെ, ശൂർപ്പണഖയുടെ രൂപത്തെ വികൃതമാക്കി ചെയ്തു. കാതും മൂക്കുമൊക്കെ ഛേദിച്ചു കളഞ്ഞു. രക്ഷ ആ രാക്ഷസൻ, പൃഫുഹു പൃഫാവ് സിസ്റ്റർ, സഹോദരി എന്നർത്ഥം. പൃഫുഹു വ്യകൃതരൂപം, തൻ്റെ സഹോദരിയുടെ വികൃതമായ രൂപത്തെ, അശുദ്ധബുദ്ധേഹത്തസ്യാഹ അശുദ്ധബുദ്ധിയായ അവളുടെ, നല്ല ബുദ്ധിയായിരുന്നില്ല ശൂർപ്പണഖയ്ക്ക്, അശുദ്ധബുദ്ധിയായ അവളുടെ ഖര ത്രിശിര ദൂഷണ മുഖ്യബന്ധൂൻ, അവളുടെ 3 സഹോദരന്മാർ, ഖരദൂഷണ തൃശിരാക്കൾ 3 പേരെയും ജഘ്നെ കൊന്നു കളഞ്ഞു. ചതുർദശ സഹസ്രം 14,000 രാക്ഷസ സൈന്യത്തെയും അപാരണീയ കോദണ്ഡപാണിഹി അടമാന, അലംഘ്യമായ അപാരണീയമായ കോദണ്ഡപാണിയുണ്ട്, ആർക്കും ലംഘിക്കാനാവാത്ത കോദണ്ഡമെന്ന വില്ലുമായി അടമാനഹ സഞ്ചരിച്ചുകൊണ്ട്, അടതി സഞ്ചരിക്കാന്ന്, അടമാനഹ സഞ്ചരിച്ചുകൊണ്ട്, വൃക്ഷം വളരെ വിഷമിച്ച്, ഉവാസ വസിച്ചു കഴിഞ്ഞുകൂടി അവിടെ. കാരണം ഇതൊക്കെ താൻ ആഗ്രഹിച്ചല്ല. ശൂർപ്പണഖയെ വിരൂപയാക്കണമെന്നോ അപ്പോൾ എതിർത്തു വന്ന ഖരദൂഷന്മാരെയും 14,000 സൈന്യത്തെയും ഒടുക്കണമെന്നോ ഇപ്പോൾ വിചാരിച്ചതല്ല. രാവണ യുദ്ധത്തിൽ ഇതൊക്കെ സാധിക്കാം എന്നായിരുന്നു വിചാരം. പക്ഷെ ഇപ്പൊ ഇതെല്ലാം വേണ്ടി വന്നു. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ
ഒത്തിരി ദുഃഖമുണ്ട്. കൃച്ഛ്രം വളരെ വേഗം ഉവാഫ അവിടെ തന്നെ വസിച്ചു, ആ ദണ്ഡകാരണത്തിൽ തന്നെ. രക്ഷഫറുവ്യഗതരൂപമശുദ്ധബുദ്ധേ തസ്യാഖരത്രിശിര ദൂഷണമുഖ്യബന്ധൂൻ ജഘ്നേ ചതുർദശഫഹസ്രമവാരണീയ കോദണ്ഡപാണിരടമാന ഉവാഫകൃച്ഛ്രം. രക്ഷഫറുവ്യഗതരൂപമശുദ്ധബുദ്ധേ തസ്യാഖരത്രിശിരദൂഷണമുഖ്യബന്ധൂൻ ജഘ്നേ ചതുർദശസഹസ്രമവാരണീയ കോദണ്ഡപാണിരടമാന ഉവാഫകൃച്ഛ്രം. രക്ഷഫറുവ്യകൃതരൂപമശുദ്ധബുദ്ധേ തസ്യാഖരത്രിശിരദൂഷണമുഖ്യബന്ധൂൻ ജഘ്നേ ചതുർദശസഹസ്രമവാരണീയ കോദണ്ഡപാണിരടമാന ഉവാഫകൃച്ഛ്രം. സീതാകഥാശ്രവണദീപിതഹർഷയേന പൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഘ്നത്ഭുതൈന വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശു വിശിഖേന യഥാ കമുഗ്രഹം. സീതാകഥാശ്രവണദീപിതഹർഷയേന സീതയുടെ കഥാശ്രവണം കൊണ്ട് ഉദ്ദീപിതമായ കത്തിക്കാളിപ്പടർന്ന ഹൃക്ഷയം ഹൃദയവേദന, കാമവേദന എന്നർത്ഥം. സീതയുടെ കഥ കേട്ടപ്പോൾ മുതല് വളരെയധികം കത്തിജ്വലിച്ച മന്മഥവികാരത്തോടു കൂടിയവനായ ദശകന്ധരേണ രാവണനാൽ. എങ്ങനെ രാവണൻ അറിഞ്ഞൊക്കെ രാമായണത്തിലുണ്ട്. ശൂർപ്പണഖ എന്ന് പറഞ്ഞു, അറിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ഇതൊക്കെ ഇന്നത്തെ വിടുക, ചുരുക്കി പറയുക. പൃഷ്ടം വിലോക്യ നൃപതേ, സൃഷ്ടിക്കപ്പെട്ട വിലോക്യ കണ്ടിട്ട്, നൃപതേ സംബോധനയാണ്, അല്ലയോ രാജാവേ. ദശകന്ധരനാൽ കാമവേദന കൊണ്ട് അസഹ്യനായി തീർന്നിട്ട് പറഞ്ഞയച്ചു, സൃഷ്ടിച്ചു വിട്ടു. ആരെയാണ്? വിട്ട അയാളെ ജഘ്നെ കൊന്നുകളഞ്ഞു. ആരാണത്? അദ്ഭുത ഐണവപുഷ, അത്ഭുതമായ ഏണത്തിന്റെ ശരീരം, ഏണം മാൻ. ഐണവപുഹു, ഏണത്തിന്റെ ശരീരം, അത് അത്ഭുതമായ ശരീരം, അതാണ് സ്വർണമാൻ എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ ഒതുക്കി. അദ്ഭുതൈണ വപുഷ, അത്ഭുതപ്പെടുത്തുന്ന സ്വർണമയമായ ഏണത്തിന്റെ മാനിന്റെ ശരീരത്തോടെ ആശ്രമത്തോ അപകൃഷ്ടോ, ആശ്രമത്തിൽ നിന്നും മാറ്റപ്പെട്ടവനായി, അപകർഷിക്കപ്പെട്ടവനായിട്ട്, അങ്ങനെയുള്ള മാരീചം ആശു ജഘ്നെ, മാരീചനെ വേഗം കൊന്നുകളഞ്ഞു. വിശിഖേന, അമ്പുകൊണ്ട്. വിശിഖം അമ്പ്, വിശിഖേന ജഘ്നെ. ഏതുപോലെയാണ്? യഥാ കം ഉഗ്രഹ. ഇവിടെ കം എന്ന വാക്കിന്റെ അർത്ഥം ദക്ഷൻ എന്നാണ്. ഉഗ്രൻ എന്ന വാക്കിന്റെ അർത്ഥം ശിവൻ എന്നാണ്. ശിവൻ ദക്ഷനെ നിഗ്രഹിച്ചതുപോലെ. അതാണ് കമുഗ്രഹ. 3 അക്ഷരമേ ഉള്ളൂ. ഒരു കഥ മുഴുവൻ അതിൽ കൂടി പറഞ്ഞു കഴിഞ്ഞു. ദക്ഷയാഗത്തിന് കഥ മുഴുവൻ. ശിവൻ എങ്ങനെ ദക്ഷനെ നിഗ്രഹിച്ചുവോ അതുപോലെ തക്കതായി ശിക്ഷ കൊടുത്ത് ശിരസ് മുറിച്ച് എങ്ങനെ അദ്ദേഹത്തെ നിഗ്രഹിച്ചുവോ അതേപോലെ തന്നെ ഇവിടെ മാരീചനെയും, അവിടെ ശിവൻ ദക്ഷനെ കൊന്നതുപോലെ ഇവിടെ രാമൻ മാരീചനെയും നിഗ്രഹിച്ചു കൊന്നത്. അത് സീതയുടെ സൗന്ദര്യാദി ഗുണങ്ങൾ വർണ്ണിക്കപ്പെട്ട് കേട്ടതുകൊണ്ട് കാമവേദന ഉള്ളിൽ ധാരാളമുണ്ടായി വന്ന ദശകന്ധരൻ ആ രാവണനാൽ പറഞ്ഞയക്കപ്പെട്ട മാരീചൻ ഈ ലോകത്തെങ്ങും കാണാനില്ലാത്ത അത്ഭുതകരമായ സ്വർണമാന്റെ വേഷത്തോടെ ആശ്രമത്തിൽ നിന്നും രാമനെ ദൂരെയാക്കി ആ മാരീചനെ ഒറ്റ അമ്പുകൊണ്ട്
ശിവൻ ദക്ഷിണ എന്ന പോലെ കൊണ്ടുപോയി. പീതാകഥാശ്രവണദീപിതഹർക്ഷയേന പൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ യജ്ഞത്ഭുതൈണ വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശു വിശിഖേന യഥാ കമുഗ്ര. പീതാകഥാശ്രവണദീപിതഹർക്ഷയേന പൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ യജ്ഞത്ഭുതൈണ വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശു വിശിഖേന യഥാ കമുഗ്ര. പീതാകഥാശ്രവണദീപിതഹർക്ഷയേന പൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഘ്നത്ഭുതൈണ വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശു വിശിഖേന യഥാ കമുഗ്ര. രക്ഷോധമേന ഭൃഗവത് വിപിനേ ഫമക്ഷം വൈദേഹരാജദുഹിതര്യപയാപിതായാം ഭ്രാത്രാവനേ കൃപണവത് പ്രിയാവിയുക്തഃ സ്ത്രീഭംഗിനാം ഗതിമിതി പ്രഥയാംശ്ചകാരാം ഇതി പ്രഥയാംശ്ചചാരാം. രക്ഷോധമേന രാക്ഷസന്മാരിൽ വെച്ച് അധമനായ രാവണനാൽ വൃഗവത് ചെന്നായെപ്പോലെ വിപിനെ വനത്തിൽ അഫമക്ഷം രാമൻ കൂടെയില്ലാത്തപ്പോൾ രാമന്റെ അസാന്നിധ്യത്തിൽ അഫമക്ഷം വൈദേഹരാജദുഹിതരി വിദേഹരാജാവിന്റെ പുത്രിയായ സീതയെ അപയാപിതായാം മാറ്റിക്കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ, അപയാപനം ചെയ്യുക, ആശ്രമത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുക, സീതാപഹരണം എന്നർത്ഥം. വൈദേഹരാജദുഹിതരി അപയാപിതായാം, വൈദേഹരാജദുഹിതരി അവിടെയാണ് പദച്ഛേദം വരേണ്ടത്. അപയാപിതായാം എന്നുള്ളത് പിന്നൊറ്റ വാക്കാണ്. കൂട്ടി വായിക്കുമ്പോൾ ദുഹിതര്യപയാപിതായാം എന്ന് വേണേൽ ഒന്നിച്ച് വായിക്കാം. ഭ്രാത്രാവനേ കൃപണവത്പ്രിയാവിയുക്ത. അങ്ങനെ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഭ്രാത്ര സഹോദരനാൽ വനി വനത്തിൽ കൃപണവത് ദുഃഖിതനെ പോലെ പ്രിയാവിയുക്ത സീതയായ പ്രിയോട് വേർപെട്ട് ദുഃഖിതനെ പോലെ സ്ത്രീഭംഗിനം ഗതിമിതി പ്രഥയം ചചാരം. ലോകത്തിൽ സ്ത്രീ വിഷയ ആസക്തന്മാരുടെ കഷ്ടാവസ്ഥ വെളിപ്പെടുത്തുന്നവനായിട്ട് സഹോദരനായ ലക്ഷ്മണനോട് കൂടി ചേർന്ന് അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ചു. സ്ത്രീഭംഗികളുടെ അവസ്ഥ ഇപ്രകാരമാണ് എന്ന് പ്രസിദ്ധപ്പെടുത്തുന്നവനായിട്ടാണ് രാമന്റെ സഞ്ചാരം എന്ന് വ്യാസന്റേതായ ഒരു കമന്റ് അവിടെ പ്രയോഗിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം സ്ത്രീകളുള്ള സംഘം ആര് ഒത്തിരി കാലം അനധികൃതമായോ അല്ലെങ്കിൽ അനേക കാലത്തോ മോഹിച്ച് ആഗ്രഹിച്ചു നിൽക്കുന്നുവോ അവരുടെ ഗതികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. മേൽപ്പത്തൂര് രാമായണം കഥ പറയുമ്പോൾ അവസാനം ഇതും കൂടി പറയുന്നുണ്ട്. കാമധർമ്മ അതിഭക്തിയ, കാമത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അതിഭക്തി കൊണ്ടാണ് രാമൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് തന്നെ. കാരണം സീതയെ അല്പം പോലും വേർപിരിയാനാവാതെ സദാസമയവും കൂടെ കൊണ്ടു നടക്കുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്. പക്ഷേ അതിനുള്ള ആസക്തി രാമന് കൂടുതലായിട്ടാണ് ഇവിടെ അഭിനയിച്ച് കാണിച്ചത്. ഈ അഭിനയിച്ച് കാണിച്ചത് ഇങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം വിരഹം ഉണ്ടാകും എന്നുറപ്പാണ്. ധർമ്മത്തിനുള്ള അത്യാസക്തി കൂടിയാൽ ധർമ്മത്തെ പലപ്പോഴും കൈവിടേണ്ടി വരും എന്നിങ്ങനെ രണ്ട് തത്വാർത്ഥങ്ങൾ അത് മേൽപ്പത്തൂര് നാരായണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എന്ന് സൂചിപ്പിച്ചത് മാത്രം. സ്ത്രീഭംഗിനാം ഗതിം ഇതി പ്രഥയം ചചാര എന്നിങ്ങനെ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് ചചാര സഞ്ചരിച്ചു. രാമന്റെ മാത്രമല്ല രാവണന്റെ ഗതിയും ഇത് തന്നെയാണ്. സ്ത്രീഭംഗം കൊണ്ട്
അത്യധികമായ ആസക്തി കൊണ്ട് സംഭവിച്ച ദുര്യോഗമാണ് ഇവിടെ അനുഭവിക്കാൻ പുറപ്പെട്ടത്. രാവണൻ രാമായണത്തിലെ പല പല കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഈ കാമധർമ്മ അതിശക്തിയെക്കുറിച്ച് രാമായണം നമ്മെ പലപ്പോഴും ബോധ്യപ്പെടുന്നില്ലേ? ദശരഥൻ തന്നെ സ്ത്രീസംഗൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പൊ സ്ത്രീകളോടുള്ള സംഘം കൊണ്ട് അത് സൂക്ഷിച്ചു വേണം നിർവഹിച്ചു കൊണ്ടുപോകാൻ. അതിന് അതിരുണ്ട്, അതിന് വരമ്പുണ്ട്. അത് മറികടക്കാതെ രണ്ടുപേരും കൊണ്ടുപോയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദുരന്ത ഫലങ്ങളെ ഓരോ തരത്തിൽ കൂടി രാമായണം കഥാപാത്രങ്ങളിൽ കൂടി കാണിച്ചു തരുന്നില്ലേ? ഉണ്ട് എന്നുറപ്പാണ് എന്ന് നമ്മെ പഠിപ്പിക്കലാണ് രാമായണത്തിന്റെ കൃത്യം എന്നും കൂടി ഇവിടെ വ്യാസൻ ഒന്ന് സൂചിപ്പിച്ചു പോവാണ്. രക്ഷോധമേന ഭഗവത് വിപിനേ സമക്ഷം വൈദേഹരാജദുഹിതര്യഭയാപിതായാം ഭ്രാത്രാവനേ കൃപണവത് പ്രിയാവിയുക്ത സ്ത്രീസംഗിനാം ഗതിമിതി പഥയംശ്ചാരാം. രക്ഷോധമേന ഭഗവത് വിപിനേ സമക്ഷം വൈദേഹരാജദുഹിതര്യഭയാപിതായാം ഭ്രാത്രാവനേ കൃപണവത് പ്രിയാവിയുക്ത സ്ത്രീസംഗിനാം ഗതിമിതി പഥയംശ്ചാരാം. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം ഭക്ഷ്യം വിധായ കപിഭിർദയിതാഗതിം തൈഃ ബുദ്ധ്വാഥ ബാലിനി ഹതേ പ്ലവകേന്ദ്ര സൈന്യേ വേലാമഗാത് സ്വമനുജോജഭവം ഹൃതാർച്ചീം. ദഗ്ധ്വാ ദഹിപ്പിച്ചിട്ട്, ആത്മകൃത്യഹതകൃത്യം അഹൻ കബന്ധം. ആത്മകൃത്യഹത, ആത്മകൃത്യം തൻ്റെ തന്നെ കൃത്യത്തിൽ ഏർപ്പെട്ടതുകൊണ്ട്, ആത്മകൃത്യത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഹതനായ, ഹതകൃത്യം ഹതമായ കൃത്യത്തോടു കൂടിയവനെ, ആരെയാണ്? കബന്ധം, കബന്ധനെ. ദഗ്ധ്വ അഹൻ, അവനെ ദഹിപ്പിച്ച് ഹനിച്ചു കളഞ്ഞു. അടുത്ത കബന്ധന്റെ കഥ എടുത്ത് പറയുന്നുണ്ട് ഇതിൽ. ഒരുപക്ഷെ രാമായണത്തിൽ അപ്രസക്തമാണെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു ചെറിയ കഥാംശമാണെങ്കിലും അവനവന്റെ കൃത്യം, ആ കൃത്യത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട്, ഇപ്പം രാവണനെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സീതയെ അവനിൽ നിന്നും മോചിപ്പിക്കണമെന്നുള്ള സ്വപ്രയോജനത്തെ സാധിക്കാൻ രാവണനോട് യുദ്ധം ചെയ്ത് ജടായുവിന്റെ പരാക്രമത്തെ രാവണൻ നശിപ്പിച്ചു. ശ്രീരാമനെ സന്ദർശിച്ച വർത്തമാനം അറിയിച്ച ഉടനെ ശരീരം ഉപേക്ഷിച്ച ആ ജടായുവിനെ ദഹിപ്പിക്കുകയും ചെയ്തു. ദഗ്ധ്വ ആത്മകൃത്യം കൃത്യഹതം ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിധായ കപിഭിർ ദയിതാഗതിം തൈഃ. കപികളാൽ സഖ്യം വിധായ, സഖ്യം ചെയ്തിട്ട്, തൈഃ അവർ മുഖാന്തരം, ദയിതാഗതി ഭാര്യയുടെ വൃത്താന്തത്തെ, ബുദ്ധ്വാ അറിഞ്ഞിട്ട്, ബുദ്ധ്വാഥ ബാലിനിഹത്തെ ബാലിയെ കൊന്നിട്ട്, പ്ലവകേന്ദ്ര സൈന്യൈഃ കുരങ്ങന്മാരുടെ സൈന്യത്തോടൊപ്പം വേലാം അഗാധ് സമുദ്രത്തെ പ്രാപിച്ചു. വേല സമുദ്രം. ഇപ്പൊ മനുജോ, ആ മനുഷ്യനായ രാമൻ, അജഭവർച്ചിതഘ്രി അജനായ ബ്രഹ്മാവിനാലും ഭവൻ ശിവനാലും അർച്ചിക്കപ്പെടുന്ന അഘ്രിയോട് കൂടിയവനായ അവൻ അഗാധ്, വേലാം അഗാധ് തീരത്തെ പ്രാപിച്ചു, സമുദ്രതീരത്തെ പ്രാപിച്ചു എന്നർത്ഥം. പോകുന്ന വഴിക്ക് കബന്ധനെ നിഗ്രഹിച്ചു. അവിടെ വെച്ച് ഭക്ഷ്യം വിധായ, ഈ സുഗ്രീവനുമായി ഭക്ഷ്യം ചെയ്തിട്ട് ആ കപിമാരാൽ യാത്ര ചെയ്ത് പുറപ്പെട്ട് വഴിയിൽ വെച്ച്
നന്നായി അറിഞ്ഞിട്ട് ബാലിയെ നിഗ്രഹിക്കേണ്ട ആവശ്യമാണെന്ന് കണ്ട് നിഗ്രഹിച്ചിട്ട് ബാക്കിയുള്ള വാനര സൈന്യത്തോടൊപ്പം ആ മനുജനായ രാമൻ സമുദ്രതീരത്തിലേക്ക് എത്തി. ആ രാമന്റെ പാദങ്ങൾ ബ്രഹ്മാവും ശിവനും അർച്ചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മനുഷ്യ സമ്പ്രദായത്തെ അഭിനയിച്ച് കാണിച്ചതാണ് എന്ന് വീണ്ടും നമ്മോട് പറയുകയാണ്. പോയം മർത്യാവതാര എന്ന് നാരായണീയം പറയും. ഇത് മനുഷ്യാവതാരം തന്നെയാണ്. അങ്ങനെ ശ്രീരാമനെ സന്ദർശിച്ച് തൻ്റെ വർത്തമാനം അറിയിച്ച് രക്ഷപ്പെട്ടു പോയ ഒരു കബന്ധന്റെ കഥ പറഞ്ഞിട്ട് അവിടെ വെച്ച് ജടായുവിനെ ദഹിപ്പിച്ച് തന്നെ ഭക്ഷിക്കാനായി വന്ന കബന്ധനെ കൊന്ന് വാനരന്മാരോട് സഖ്യം ചെയ്ത് ബാലിയെ കൊന്ന് സീതയുടെ വൃത്താന്തം അറിഞ്ഞു വന്ന് രാമനോട് അറിയിച്ച രാവണനെ വധിക്കാനായി വാനരാധിപതിയായ സുഗ്രീവനോട് സഖ്യം ചെയ്ത് അവരൊന്നിച്ച് സമുദ്രതീരത്തെത്തി. ബ്രഹ്മാവ് ശിവൻ മുതലുള്ള ഈശ്വരന്മാരാൽ വന്ദിക്കപ്പെടുന്ന പാദത്തോടുകൂടിയ ഭഗവാൻ സമുദ്രതീരത്തിലേക്ക് എത്തി എന്ന് കുറെ കഥ ചുരുക്കി അവതരിപ്പിച്ചു. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിധായ കപിഭദയിതാഗതിം തൈ ബുദ്ധ്വാധബാലിനി ഹതേ പ്ലവകേന്ദ്ര സൈന്യൈ വേലാമകത്വമനുജോ അജഭവർച്ചിതഘ്രീൻ ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിധായ കപിഭദയിതാഗതിം തൈ ബുദ്ധ്വാധബാലിനി ഹതേ പ്ലവകേന്ദ്ര സൈന്യേർ വേലാമകത്വമനുജോജഭവ അർച്ചിതഘ്രീൻ ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിധായ കപിഭദയിതാഗതിം തൈ ബുദ്ധ്വാധബാലിനി ഹതേ പ്ലവകേന്ദ്ര സൈന്യേർ വേലാമകത്വമനുജോജഭവ അർച്ചിതഘ്രീൻ യദ്രോഷവിഭ്രമവിവർത്തകടാക്ഷപാദ സംഭ്രന്തനക്രമകരോ ഭയഗീർണഘോഷ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യരൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷയേതത്. ഇത് യാതൊരു ശ്രീരാമസ്വാമിയുടെ രോഷ വിഭ്രമ വിവർത്തകടാക്ഷപാദ രോഷം കൊണ്ട് വിഭ്രമിച്ചതുകൊണ്ട് വിവൃത്തമായ കടാക്ഷപാദത്തോടുകൂടിയ സമുദ്രം ഇട കൊടുക്കാതായപ്പോൾ ശ്രീരാമൻ കുപിതനായി ആ രോഷം കൊണ്ട് സമുദ്രം വിഭ്രമിച്ചു വിറച്ചു. വിവൃത്തമായി ഇടയുണ്ടാക്കി കൊടുത്ത് കടാക്ഷപാദ സംഭ്രാന്ത തൻ്റെ കടാക്ഷപാദം കൊണ്ട് തന്നെ സംഭ്രമിച്ചു പോയ നക്രമകരോ വലിയ നക്രങ്ങളും മകരങ്ങളും ഉള്ള ഭയഗീർണഘോഷ ഭയം കൊണ്ട് വലിയ ഘോഷമുണ്ടാക്കുന്ന സമുദ്രം ഇഴയുണ്ടാക്കി കൊടുത്തു. സിന്ധുഹു എന്ന സമുദ്രം എന്നർത്ഥം. ശിരസി അർഹണം പരിഗൃഹ്യ രൂപീ തൻ്റെ ശിരസിൽ തനിക്ക് ചേർന്ന സ്വരൂപത്തെ മുമ്പിൽ കണ്ട് പൂജിച്ചുകൊണ്ട് പാദാരവിന്ദം ഉപഗമ്യ ബഭാഷ ഏതത് ഭഗവാന്റെ പാദാരവിന്ദത്തെ നമസ്കരിച്ചുകൊണ്ട് സമുദ്രം ഇങ്ങനെ പറഞ്ഞു. യദ്രോഷവിഭ്രമവിവർത്തകടാക്ഷ കടാക്ഷപാദസംഭ്രന്തനക്രമകരോ ഭയഗീർണഘോഷ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യരൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷേതൻ. യദ്രോഷവിഭ്രമവിവർത്തകടാക്ഷപാദ സംഭ്രന്തനക്രമകരോ ഭയഗീർണഘോഷ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യരൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷയേതൻ. യദ്രോഷവിഭ്രമവിവർത്തകടാക്ഷ പാദസംഭ്രന്തനക്രമകരോ ഭയഗീർണഘോഷ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യരൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷേതത്. നത്വാം വയം
ജഡധിയോന്നു വിദാമഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗദാമധീശം യത്ഫത്വതഃ മന്യോശ്ച ഭൂതപതയ ഭവൻ ഗുണേശ. നത്വാ വയം ജഡധിയോന്നു വിദാമ ഭൂമൻ. ഹേ ഭൂമൻ, അങ്ങയെ ജഡധികൾക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങളെപ്പോലെയുള്ള മന്ദബുദ്ധികൾക്ക് അങ്ങയെ അറിയാൻ പറ്റില്ല. കൂടസ്ഥനാണ്, ആദിപുരുഷനാണ്, ജഗത്തിന്റെ അധീശനാണ്. സത്വഗുണം കൊണ്ട് തന്നെ പുരഗണാഹ രജസപ്രദേശാഹ, എന്താണ് പുരഗണങ്ങൾ, ദേവസമൂഹങ്ങൾ, രജസ് കൊണ്ടുള്ള രാജാക്കന്മാര്, മന്യോശ്ച ഭൂതപതയ, എന്താണ് മനു മുതലായിരിക്കുന്ന ഭൂതപതികൾ, ഭവാൻ ഗുണേശ, അങ്ങ് എല്ലാ ഗുണങ്ങളിലെയും ഈശനായി തീർന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യായി. അങ്ങ് പരിപൂർണനാണ്. അങ്ങയുടെ മായാശക്തി കൊണ്ട് മോഹിക്കപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ബുദ്ധിയൊക്കെ മന്ദീഭവിച്ചത് കൊണ്ടാണ്. ലോകങ്ങൾ സൃഷ്ടിച്ച് സംഹരിക്കുന്ന അങ്ങ്, ആദികാരണപുരുഷനായി തീർന്നിരിക്കുന്ന അങ്ങ് സാക്ഷാൽ ഭഗവാനാണെന്നും അപ്രകാരം നിർവികാരമായ സത്വഗുണത്തിൽ നിന്നും അങ്ങുണ്ടായതാണെന്നും അതിൽ നിന്നുണ്ടായ ദേവസമൂഹങ്ങളെയും രജോ ഗുണത്തിനുണ്ടായ പ്രജകളെയും തമോ ഗുണത്തിനുണ്ടായ രുദ്രൻ മുതലായ ഭൂതപതികളെയും ഒക്കെ അങ്ങിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷേ ഈ 3 ഗുണങ്ങളും അങ്ങയെ ബാധിക്കില്ല. അങ്ങ് നിർഗുണനാണ്, നിർവികാരനാണ്. നത്വാം വയം ജഡധിയോന്നു വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗദാമധീശം യത്സത്വതഃ പുരഗണാ രജസപ്രദേശാം മന്യോശ്ച ഭൂതപതയ ഭവൻ ഗുണേശ. നത്വാം വയം ജഡധിയോന്നു വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗദാമധീശം യത്സത്വതഃ പുരഗണാ രജസപ്രദേശാ മന്യോശ്ച ഭൂതപതയ ഭവൻ ഗുണേശ. കാമം പ്രയാഹി ജഹി വിശ്രവസോവമേഹം ത്രൈലോക്യരാവണമവാപ്നുഹി വീരപത്നീം ബധ്നീഹി ഭേതുമിഹ തേ ശഫാവിതത്തെ ഗായന്തി ദിഗ്വിജയിനോ യമുപൈത്യ ഭൂപാഹ. സമുദ്രത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2-3 ശ്ലോകം അവിടെ എടുത്തിട്ടുണ്ട്. കാരണം താൻ സമുദ്രത്തിൽ കിടക്കുന്നവനാണല്ലോ, സമുദ്രപതിയാണ്. അപ്പം ആ സമുദ്രം തനിക്ക് പോകാൻ വഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പോരായ്മയെ പരിഹരിക്കാൻ വേണ്ടിയാവും ഇവിടെ സമുദ്രത്തെ കൊണ്ട് നന്നായി സ്തുതിപ്പിച്ചു. ബാക്കിയൊക്കെ കഥ ചിരിക്കെങ്കിലും സമുദ്രം സ്തുതിക്കുന്നുണ്ട്. സമുദ്രത്തിൽ കിടക്കുന്നവനാണ് ഭഗവാൻ. അവിടുന്ന് എഴുന്നേറ്റ് ഈ ഭൂമിയിലേക്ക് വന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കണ്ടിട്ട് ഈ സമുദ്രം അനങ്ങില്ല. അപ്പം തൻ്റെ ആസ്ഥാനം ഇങ്ങനെ തന്നോട് കാണിക്കുമ്പോൾ പെട്ടെന്ന് ഭ്രുകുട്ടികൾ വളഞ്ഞ കുപിതനായി. അവിടെയാണ് സമുദ്രം ഞാൻ അറിയാതെ ചെയ്താണ്, മന്ദബുദ്ധിയായതുകൊണ്ട് മായയിൽ വലഞ്ഞു പോയതുകൊണ്ട് അറിഞ്ഞില്ല, ക്ഷമിക്കണേ എന്ന് ആവശ്യപ്പെടുകയാണ്. കാമം പ്രയാഹി, ഇഷ്ടം പോലെ പൊക്കോളൂ. ജഹി വിശ്രവഫോ അവമേഹം, വിശ്രവഫിന്റെ പുത്രനായ രാവണന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കൂ. ത്രൈലോക്യരാവണം അവാപ്നുഹി വീരപത്നി, ത്രൈലോക്യത്തിന് കണ്ടകനായ രാവണനെ കൊന്ന് വീരപത്നിയെ പ്രാപിച്ചോളൂ. ബധ്നീഹി ഭേതുമിഹ, ഇവിടെ ചിറകെട്ടിക്കോളൂ. തേ ശഫോ വിദത്തി, അത് അങ്ങയുടെ യശസ്സിൽ നിന്നും നിലനിൽക്കുന്നതാണ്. ഗായന്തി ദിഗ്വിജയിനോ യമുപൈത്യ ഭൂപാഹം, ദിഗ്വിജയികളായ രാജാക്കന്മാർ ഈ ഭേതുവിനെ കുറിച്ച് എക്കാലവും പാടി പുകഴ്ത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ നടുക്കൂടെ തന്നെ ഒരു ചിറകെട്ടി അക്കരെ കടന്ന് രാവണനെ കൊന്ന് സീതയെ സ്വീകരിച്ചു പോന്നോളൂ. കാമം പ്രയാഹി ജഹി വിശ്രവസോവമേഹം ത്രൈലോക്യരാവണമവാപ്നുഹി വീരപത്നി ബധ്നീഹി ഭേതുമിഹ തേ ശഫോ വിദത്യൈ ഗായന്തി ദിഗ്വിജയിനോ യമുപൈത്യ ഭൂപാഹം. കാമം പ്രയാഹി ജഹി വിശ്രവസോവമേഹം ത്രൈലോക്യരാവണമവാപ്നുഹി വീരപത്നി ബധ്നീഹി ഭേതുമിഹ തേ ശഫോ വിദത്യൈ ഗായന്തി ദിഗ്വിജയിനോ യമുപൈത്യ ഭൂപാഹം. കാമം പ്രയാഹി ജഹി വിശ്രവസോവമേഹം
ത്രൈലോക്യരാവണമവാപ്നുഹി വീരപത്നീം ബധ്നീഹി ഭേദുമിഹതേ ശഫോ വിതത്യൈ ഗായന്തി ദിഗ്വിജയിനോ യം ഭൂപാഹം. നമ്മുടെ സമയം അതിക്രമിക്കാണ്. നമുക്കിവിടെ തൽക്കാലം നിർത്താം. ഈ അധ്യായം തീരില്ല എന്നുകൊണ്ട് എന്തായാലും 2 അധ്യായത്തിൽ രാമായണ കഥ എങ്ങനെ വിളിച്ചിരിക്കുകയെന്ന് നമുക്ക് ബാക്കി ഭാഗത്തോടെ അടുത്ത ദിവസം വായിക്കാം. ഇന്നിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപയാപിതായാം എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു? അപയാപിതായ, യാപനം യാത്ര എന്നാണ്. അപയാപനം ചെയ്യുക, യാത്ര ഇല്ലാതാക്കുക. മുമ്പോട്ടുള്ള സീതയുടെ യാത്ര ഇല്ലാതാക്കി, യാത്രയെ വഴി മുടക്കി തിരിച്ചുകൊണ്ട് സീതയുടെ മോഷ്ടിച്ചു എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ വേണം. മോഷ്ടിച്ചല്ല, വഴി മാറ്റിക്കൊണ്ടുപോവാണ് ചെയ്തത്. ഈ വഴി മാറ്റിക്കൊണ്ടതാണ് അപയാപനം എന്ന് പറയുക. അപഹരണം തന്നെയാണ് ശരിക്കും. അതന്നെ, അതിന് മറ്റു വാക്കുകൾ ഉപയോഗിച്ചതാണ്. രാമന്റെ കൂടെയുള്ള യാപനത്തെ അപയാക്കി മാറ്റി അതിനെ തിരിച്ചു വിട്ടു. സംശയങ്ങളില്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.